ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നലെ നടന്ന ആദ്യ സൂപ്പർ കപ്പ് മത്സരത്തിൽ വിജയിച്ചിരുന്നു. എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് ഈസ്റ്റ് ബംഗാളിനെ തോൽപ്പിച്ചത്. ഇതോടുകൂടി ക്വാർട്ടർ ഫൈനൽ പ്രവേശനം സാധ്യമാക്കാൻ ക്ലബിന് കഴിഞ്ഞിട്ടുണ്ട്. കരുത്തരായ മോഹൻ ബഗാനാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത എതിരാളികൾ. വരുന്ന ശനിയാഴ്ചയാണ് കേരള ബ്ലാസ്റ്റേഴ്സും മോഹൻ ബഗാനും തമ്മിലുള്ള മത്സരം നടക്കുക. നേരത്തെ ബംഗാളി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് പ്രകാരം മോഹൻ ബഗാന്റെ വിദേശ താരങ്ങളിൽ ഭൂരിഭാഗം താരങ്ങളും ഇത്തവണ ഈ ഒരു സൂപ്പർ കപ്പിൽ പങ്കെടുക്കുന്നില്ല. മാത്രമല്ല അവരുടെ സീനിയർ ടീമിൽ അഥവാ മെയിൻ സ്ക്വാഡിലെ പല സുപ്രധാന താരങ്ങളും ഈ ഒരു സൂപ്പർ കപ്പിൽ പങ്കെടുക്കുന്നില്ല എന്നുള്ളതാണ്. അതിന്റെ കാരണം നമുക്കെല്ലാവർക്കും അറിയാം. ഏഷ്യൻ ചാമ്പ്യൻസ് ലീഗിനുള്ള സ്പോട്ട് ഇതിനോടകം തന്നെ മോഹൻ ബഗാൻ സ്വന്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സൂപ്പർ കപ്പിനെ അത്ര ഗൗരവത്തോടു കൂടി അവർ പരിഗണിക്കുന്നില്ല. എന്നിരുന്നാൽ പോലും ചില പ്രധാനപ്പെട്ട താരങ്ങൾ അവർക്ക് വേണ്ടി സൂപ്പർ കപ്പിൽ കളിക്കും എന്നാണ് റിപ്പോർട്ടുകൾ. ആ താരങ്ങൾ ആരൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഗോൾ കീപ്പറായ ധീരജ് സിംഗ് അവർക്ക് വേണ്ടി കളിക്കാൻ ഉണ്ടാകും. അതുപോലെ തന്നെ വിദേശ താരമായ നുനോ റൈസ് കൂടി അവർക്ക് വേണ്ടി കളിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. പ്രതിരോധ നിര താരമായ ദീപേന്ദു ബിശ്വാസ്, അതുപോലെ തന്നെ മലയാളി താരങ്ങളായ ആഷിഖ് കുരുണിയൻ, സഹൽ അബ്ദുസമദ്, അതുപോലെ തന്നെ ദീപക് ടാങ്ക്രി, ഗ്ലാൻ മാർട്ടിൻസി, ഈ താരങ്ങളൊക്കെ തന്നെയും മോഹൻ ബഗാന് വേണ്ടി കളിക്കും എന്നുള്ളതാണ്. ഇവരൊക്കെ മികച്ച താരങ്ങളാണ് എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഇല്ല. പക്ഷെ അവരുടെ സുപ്രധാന താരങ്ങൾ അഥവാ അവരുടെ കുന്തമുനകളായ വിദേശ താരങ്ങൾ കളിക്കില്ല എന്നുള്ളത് തീർച്ചയായും കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ആശ്വാസകരമായ ഒരു കാര്യമാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം.